അത് സർക്കാരിന്റെ ആവശ്യം, സർക്കാർ അങ്ങനെ ആവശ്യം പ്രതിപക്ഷത്തിന്റെ മുന്നിൽ ഉന്നയിച്ചു. സർക്കാർ സംസ്ഥാനം രൂക്ഷമായ ധനപ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറഞ്ഞു. ഞങ്ങൾ വളരെ മുമ്പ് പറഞ്ഞ കാര്യമാണിത്. 2020-ലും 2023-ലും 22 അവസാനത്തിലും ഞങ്ങൾ ഇറക്കിയ വൈറ്റ് പേപ്പറിൽ, ധവളപത്രത്തിൽ വളരെ കൃത്യമായി പറഞ്ഞ കാര്യമാണ്. കേരളത്തിന് സംഭവിക്കാൻ പോകുന്ന ദുരന്തം, കേരളം കടന്നു പോകാൻ പോകുന്ന ധനപ്രതിസന്ധി, ഇതെല്ലാം പറഞ്ഞു. അപ്പൊ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നുള്ള ചില കാര്യങ്ങൾ സർക്കാർ, മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. പ്രതിപക്ഷത്തോട് ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ അതിൽ ചില കാര്യങ്ങളോട് ഞങ്ങൾക്ക് യോജിപ്പുള്ളതാണ്. ഞങ്ങൾ UDF MPമാര് കേന്ദ്ര ധനകാര്യമന്ത്രിയെ കണ്ടപ്പോൾ ഞങ്ങൾ ആ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, 14ാം ധനകാര്യ കമ്മീഷനിൽ നിന്ന് 15ാം ധനകാര്യ കമ്മീഷനിലേക്ക് മാറിയപ്പോൾ ഉണ്ടായിരുന്ന കേരളത്തിന്റെ നികുതി വിഹിതത്തിൽ കുറവ് വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കുറവ് വന്നിട്ടുണ്ട്. അത് ഞങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന്റെ നിലപാട് അതാണ്. അത് ആ നികുതി വരുമാനം കുറഞ്ഞത് ശരിയല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. അങ്ങനെ ചില കാര്യങ്ങളിൽ, എല്ലാ കാര്യങ്ങളും ഇന്ന് കേരളം നേരിടുന്ന എല്ലാ ധനപ്രതിസന്ധിക്കും കാരണം കേന്ദ്ര അവഗണനയാണ് എന്നുള്ളൊരു നറേറ്റീവാണ് ഈ CPM ഗവൺമെന്റും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. വൺ ഓഫ് ദ റീസൺസ് ആണ്, ഒരുപാട് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് അത്, ഒന്ന് മാത്രമാണത്. വേറെ ഞങ്ങൾ പറഞ്ഞു, വേറെ ഒരുപാട് കാര്യങ്ങൾ സർക്കാർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നികുതി ഭരണത്തിലെ കെടുകാര്യസ്ഥതയുണ്ട്. വാറ്റിൽ നിന്ന് GSTയിലേക്ക് മാറിയപ്പോൾ പ്രതിപക്ഷം 5 വർഷമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നികുതി ഭരണ സംവിധാനം പുനഃസംഘടിപ്പിക്കണം. ഇന്ത്യയിലെ 90%-ലധികം സ്റ്റേറ്റുകൾ ഇത് പുനഃസംഘടിപ്പിച്ചു. വാറ്റും GST തമ്മിൽ ഒരു ബന്ധവുമില്ല. രണ്ട് ധ്രുവങ്ങളിലുള്ള ടാക്സേഷൻ സിസ്റ്റമാണ്. അപ്പൊ വാറ്റിന് വേണ്ടി ഉണ്ടായിരുന്ന സിസ്റ്റമാണ് ഇപ്പോഴും ഉള്ളത്. GSTക്ക് വേണ്ടിയുള്ള സിസ്റ്റം ഇല്ല. ഏറ്റവും കൂടുതൽ അത് നിയമസഭയ്ക്കകത്ത് ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രതിപക്ഷമാണ്. വ്യക്തിപരമായി ഏറ്റവും കൂടുതൽ ആ വിഷയം ഉന്നയിച്ചിരിക്കുന്ന ഞാനാണ്. 5 കൊല്ലമായിട്ട് നമ്മൾ ആവശ്യപ്പെട്ടു, ചെയ്തിട്ടില്ല. നികുതി വരുമാനം ഗണ്യമായിട്ട് കുറയാണ്. ഉദാഹരണം, ഗോൾഡ്. വേൾഡ് ഗോൾഡ് കൗൺസിൽ പറയുന്നത് നമ്മുടെ രാജ്യത്ത് വിൽക്കപ്പെടുന്ന സ്വർണത്തിന്റെ 25 മുതൽ 28% വരെ സ്വർണം കേരളത്തിലാണ് വിൽക്കുന്നതെന്ന്. അതായത് ഏകദേശം 200 ടണ്ണ് സ്വർണം കേരളത്തിൽ വിൽക്കാണ്. 200 സ്വർണം വിറ്റിട്ട് 500 കോടി താഴെയാണ് കേരളത്തിന് നികുതി കിട്ടുന്നത്. അപ്പൊ സ്വർണത്തിൽ നിന്നുള്ള നികുതി വരുമാനം കിട്ടുന്നില്ല. 5000 കോടി മുതൽ 10000 കോടി വരെ കിട്ടേണ്ടതാണ്. ബാറിൽ നിന്നുള്ള നികുതി വരുമാനം കിട്ടുന്നില്ല. പിന്നെ IGST ഉണ്ട്, അതായത് അന്തർ സംസ്ഥാന വിൽപ്പന നടക്കുമ്പോൾ കിട്ടേണ്ടത്. അത് IGST പൂളിലേക്ക് പോകും. അത് കേരളം കറക്റ്റായിട്ട് അതിന്റെ സ്റ്റേറ്റ്മെന്റും മറ്റു കാര്യങ്ങളും കൊടുക്കാത്തതുകൊണ്ട് ഒരു വർഷം 5000 കോടി മുതൽ 6000 കോടി രൂപ വരെയാണ് നഷ്ടപ്പെടുന്നത്. 30,000 കോടിയാണ് കേരളത്തിന് ഈ കഴിഞ്ഞ 6 കൊല്ലമായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കൊല്ലത്തിന് മുമ്പ് ഞങ്ങളിത് നിയമസഭയിൽ പറഞ്ഞു, ഇങ്ങനൊരു അപകടമുണ്ട്, ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ആദ്യമൊക്കെ പരിഹസിച്ചു ഞങ്ങളെ. പക്ഷെ 3 മാസം കഴിഞ്ഞപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ തന്നെയുള്ള ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് തന്നെ പറഞ്ഞു. ഞങ്ങൾ പ്രതിപക്ഷം പറഞ്ഞ അതേ കാര്യം പറഞ്ഞു. ഇത്രയും പൈസ 25,000 കോടി രൂപ നഷ്ടപ്പെട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് പാളിച്ചകൾ കൂടി ഈ ധനപ്രതിസന്ധിക്ക് കാരണമാണ്. അപ്പൊ സർക്കാരിന്റെ ആവശ്യം ഒരുമിച്ച് ഡൽഹിയിൽ പോയി സമരം ചെയ്യണമെന്നാണ്. അപ്പൊ ഞാനും പ്രതിപക്ഷ ഉപനേതാവാണ് പങ്കെടുത്തത്. ഒരുമിച്ച് സമരം ചെയ്യുന്ന കാര്യം ഒരു രാഷ്ട്രീയമായ ആവശ്യമാണ്. അത് UDFലെ എല്ലാ ഘടകകക്ഷികളുമായിട്ടും അതാത് പാർട്ടികളുമായിട്ടും ആലോചിച്ചിട്ട് തീരുമാനം അറിയിക്കാന്ന് പറഞ്ഞു. അല്ല, അത് നമ്മൾ പറഞ്ഞോളാം. ഞങ്ങളൊന്നും സമ്മതിച്ചിട്ടില്ലല്ലോ. ഞങ്ങൾ ആലോചിച്ച് മറുപടി പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്കതിന്റെ രാഷ്ട്രീയമായ വശങ്ങളും സംസ്ഥാനത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളും ഇത് രണ്ടും ഉണ്ടല്ലോ. സാദിപ്പ് എന്നോട് ചോദിച്ചപ്പോൾ 2 വശമുണ്ട്. ഒന്ന് രാഷ്ട്രീയമായ ഒരു വശമുണ്ട് അതിന്, പിന്നെ സംസ്ഥാനത്തെ ബാധിക്കുന്ന ഒരു വശമുണ്ട്. ഇത് രണ്ടും കൂടി UDFിലെ നേതാക്കന്മാരും അതാത് പാർട്ടി, എനിക്ക് കോൺഗ്രസിൽ മറ്റ് നേതാക്കളുമായിട്ട് ആലോചിക്കണം, ഘടകകക്ഷികൾക്ക് അവരുടെ നേതാക്കളുമായിട്ട് അവരുടെ പ്രധാനപ്പെട്ട ആളുകളുമായിട്ട് ആലോചിക്കണം. എത്രയും പെട്ടെന്ന് ഞങ്ങളൊരു തീരുമാനം അറിയിക്കും. ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചു. സംസ്ഥാനത്തിന്റെ ധനപ്രതിസന്ധിയെ സംബന്ധിച്ച ഒരു ചർച്ചയ്ക്ക് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ ഉപനേതാവും വരണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത് സ്വീകരിച്ചു. തീർച്ചയായിട്ടും അല്ല, മുൻകൂട്ടി അറിയിച്ചിട്ട് ഗൂഗിൾ മീറ്റിംഗിലാണ് വിളിച്ചത്. ഇന്ന് രാവിലെ 10 മണിക്കാണ് വെച്ചിരുന്നത്. അപ്പൊ എനിക്ക് തിരിച്ച് ഡൽഹിയിൽ നിന്ന് ഞാൻ 7 മണിക്കൂർ ഡിലേ ആയി. മൂടൽമഞ്ഞായതുകൊണ്ട് അവിടെ നിന്നുള്ള പ്ലെയിൻ പുറപ്പെടാൻ താമസിച്ചതുകൊണ്ട് 3:30 മാറ്റി. അപ്പോൾ നമ്മളോട് കേരളത്തെ സംബന്ധിച്ചൊരു വിഷയം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച് ഞങ്ങൾ എപ്പോഴും പോകും. അല്ല, ധനകാര്യമന്ത്രി